നമസ്കാരം. അപ്പം ഞാൻ നിഷ ഇടിക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളോട് അറിയാനുണ്ട്. ഒന്ന് ചോദിച്ച് നോക്കട്ടെ, എന്താണ് ഈ മുടിയൊക്കെ എടുത്തതിൻ്റെ അർത്ഥം എന്നുള്ളത്. കാരണം ബിഗ് ബോസിൽ പോകുന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നല്ലോ, എന്ത് പറ്റിയെന്ന് അറിയണ്ടേ? ഒന്ന് പറയുമോ? എന്തിനാണ് ഇത് എടുത്ത് ഈ സമയത്തൊക്കെ? നമസ്കാരം. അപ്പോൾ ബിഗ് ബോസിൽ പോകണവരെ എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി അപ്പോൾ ചില കമൻസ് കണ്ടായിരുന്നു. ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയായി പോയിക്കൂടെ എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ മുടിയുള്ളത് ഭയങ്കര വൃത്തികേടാണെന്നാണല്ലോ എല്ലാവരും ചിന്തിച്ചേക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് മുടിയൊക്കെ ഒന്ന് ഒതുക്കി. പിന്നെ ലേലം വിളിച്ച ഒരു സംഭവം അറിഞ്ഞു. ലേലം വിളിച്ചു മുടി താടിക്ക്, അറിഞ്ഞില്ലായിരുന്നു? ലേലം വിളിച്ച് ഇങ്ങനെ 2 ലക്ഷം രൂപയ്ക്ക് പിന്നെ 1 കോടി വരെ തരാമെന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞായിരുന്നു. പിന്നെ അത് കളയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് പോയിട്ട് വരുമ്പോൾ അവിടെ ചെന്ന് വരുമ്പോൾ തന്നെ മുടിയും താടി ആവുമല്ലോ. അപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് വരുമ്പോൾ ഭ്രാന്താവും. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആകെ ടെൻഷൻ കയറിയിട്ട് മുടിയും താടി വീണ്ടും ആവും. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് മുടി വളർത്താന്നുള്ള രീതിയിലാണ്. എന്തായാലും ബിഗ് ബോസിൽ പോകുമ്പോൾ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം. തിരിച്ചറിയായിരിക്കും തോന്നുന്നു. അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു പണി ഒരു ബനിയനിൽ പേര് എഴുതി വെച്ചിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് അരിയിൽ ഇട്ടുകൊണ്ട് പോവാം. ചിലപ്പോൾ എൻ്റെ ബാഗ് കണ്ട് തിരിച്ചറിയായിരിക്കും. വീട്ടുകാർക്ക് സന്തോഷമായി. കാരണം ഒരു മാറ്റം. സന്തോഷമായി. പിന്നെ ഞാൻ ഓർത്ത് കണ്ണടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതെന്തോ ഈ കാണിച്ചു വെച്ചേക്കണെന്ന് ചോദിച്ചു. പക്ഷെ നല്ല ലുക്കാണ്. ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ലുക്കൊക്കെ ആട്ടോ. നേരത്തെ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവട്ടെ അല്ലേ? ഇനി അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നിങ്ങളെ തെറി വിളിക്കും? അതൊന്നും പറയല്ല. ഇത്ര നാളെ മുടിയും താടിയായിരുന്നു. ഇനി എങ്ങനെ തെറി വിളിക്കും? ഇനി അടുത്ത കൊടവേറായിരിക്കും. അത് ശരി, നീ പറഞ്ഞു കൊടുക്കണോ? എന്തായാലും ബിഗ് ബോസിൽ പോകാൻ പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പൊ ഇനി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ താടിയും മുടിയൊക്കെ ലേലം വിളിക്കുക. ഓ, എന്തായാലും നിഷ കാറിനല്ലേ വന്നത്. എന്നാ കാറെടുത്ത് ലോട്ടറി ഒക്കെ അടിച്ചായിരുന്നു അല്ലേ? അത് ശരി കൊള്ളാം. എന്തായാലും സന്തോഷം. അപ്പോൾ ബിഗ് ബോസിലൊക്കെ പോയിട്ട് ഞാൻ വരുമ്പോൾ താടി മുടിയായിട്ട് വരാം. അപ്പോൾ വീണ്ടും ലേലം വിളിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് സിനിമയൊക്കെ പിടിക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ബിഗ് ബോസിൽ പോകണ ആശംസ പറ. അപ്പോൾ അഭിലാഷേട്ടൻ ബിഗ് ബോസിൽ പോകണമെങ്കിൽ നമുക്കൊരു അഡ്വാൻസ് ആശംസ പറയാൻ വിളിക്കുമില്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവരുടെ ഒരു ആഗ്രഹമാട്ടോ അവർ പറയുന്നതാ. നമ്മളെ ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ സാക്ഷാത്കാരമാണ്. ഞാൻ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാറിൽ 3 വർഷം ഉണ്ടായിരുന്നതാണ്. ഏഷ്യാനെറ്റിൽ പല പരിപാടികളും ചെയ്തൊരു വ്യക്തിയാണ്. ഒരു കലാകാരൻ എന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ ഇപ്പം ബിഗ് ബോസ് ടീം അംഗങ്ങൾ പലരും നമ്മുടെ സുഹൃത്തുക്കളാണ്. പറയാൻ പറ്റത്തില്ല. ഇപ്പം നടക്കട്ടെ, വിളിക്കട്ടെ, കാത്തിരിക്കുക. എല്ലാം ദൈവാനുഗ്രഹം പോലെ ഇരിക്കും. എന്തായാലും സന്തോഷം. പ്രാർത്ഥന സപ്പോർട്ട് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പം നിഷ ഇടിക്ക് പുതിയ ഷോർട്ട് ഫിലിംസൊക്കെ വരുന്നുണ്ട്. ഷൂട്ടൊക്കെ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവിധ ആശംസകളും.